തിരുപ്പൂരിൽ സ്ത്രീധന പീഡനത്തെ തുടർന്ന് യുവതി ആത്മഹത്യ ചെയ്തു. 27 വയസ്സുള്ള റീധന്യയാണ് വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തത്. സ്ത്രീധന പീഡനം വിവരിക്കുന്ന ഓഡിയോ സംഭാഷണം പുറത്ത്. മുഹമ്മദ് റഹീസാണ് ചേരുന്നത് വിവരങ്ങളുമായി ചെന്നൈയിൽ നിന്നും. റഹീസ്, 100 പവന്റെ സ്വർണം, ആഡംബര കാർ, ഇതെല്ലാം കൊടുത്തിട്ടും അവർക്ക് മതിയായില്ലെന്നാണ്. ഏതാണ്ട് 1.5 കോടി രൂപയുടെ സ്വത്തുക്കളൊക്കെയും കിട്ടിയിട്ടും മതിയാകാത്ത അത്യാർത്തിയുള്ള ഒരു യുവാവും അയാളുടെ അച്ഛനും അമ്മയും ചേർന്ന് ഒരു യുവതിയെ കൊലപ്പെടുത്തിയിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. കഴിഞ്ഞ 2 മാസം മുമ്പായിരുന്നു ഇവരുടെ വിവാഹം നടന്നത്. അതായത് ശ്രീധന്യയുടെയും ഒപ്പം തന്നെ ഈ ഭർത്താവ് കെവിൻ കുമാർ, ഇവർ രണ്ടുപേരുടെയും വിവാഹം നടന്നത് 2 മാസം മുൻപാണ്. അപ്പോൾ ഈ ശ്രീധന്യയുടെ അച്ഛൻ ഒരു വസ്ത്ര വ്യാപാരിയാണ്. ആദ്യം തന്നെ ഇവരാണ് ഈ ആലോചന കൊണ്ടുവരികയും ശ്രീധന്യയോട് ഇയാളെ കല്യാണം കഴിക്കണമെന്ന് പറയുകയും ചെയ്തത്. അങ്ങനെ അതിനുശേഷം ഈ സ്ത്രീധനത്തിൻ്റെ കാര്യത്തിലൊക്കെ വലിയ ചർച്ചയൊക്കെ നടത്തി. അങ്ങനെ 1.5 കോടി രൂപയുടെ ഈ തരത്തിലുള്ള സ്ത്രീധനം, അതായത് 100 പവൻ സ്വർണവും 70 ലക്ഷം രൂപ വില വരുന്ന കാറും മറ്റ് സമ്മാനങ്ങളും ഒക്കെ നൽകിയിട്ടുണ്ട്. അതിനുശേഷവും വിവാഹം കഴിഞ്ഞ് 1 ആഴ്ചയ്ക്ക് ശേഷം ഈ സ്ത്രീധനം കുറഞ്ഞുപോയി എന്ന രീതിയിലുള്ള പരാതി വരുന്നു. ശേഷം അതൊരു വലിയ മാനസിക സമ്മർദ്ദം എന്നുള്ള തരത്തിലേക്ക് മാറുന്നു. ശേഷം മാനസിക ശാരീരിക പീഡനം എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ മാറുന്നത്.